നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഏറ്റവും ബോൾഡായി നടന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് മലപ്പുറത്ത് കല്യാണത്തിന് ശേഷം, അതായത് കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ആത്മഹത്യ ചെയ്ത് കളഞ്ഞത്. ബോൾഡായ പെൺകുട്ടികൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്ര നരാധമന്മാരോടൊപ്പമാണോ പെൺകുട്ടികൾ ഇന്ന് ജീവിക്കുന്നത്? പൗർണമി, അങ്ങനെ ചോദിച്ചാലാണെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള ഇൻസിഡൻസ് ആണല്ലോ ഇപ്പോൾ ഇവിടെ നിരന്തരമായി നടക്കുന്നത്. വിഷ്ണുജ. അതെ, വിഷ്ണുജ മലപ്പുറത്ത് ഇപ്പോൾ 2 ദിവസം മുൻപ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ പേരാണ് വിഷ്ണുജ. കാണാനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല സൗന്ദര്യമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ആൾക്ക് 25 വയസ്സേ ഉള്ളൂ. മരണകാരണം ഇപ്പൊ പറയപ്പെടുന്നത് ഭർത്താവിന്റെ പീഡനം. അത് തന്നെയാണല്ലോ അച്ഛൻ പറയുന്നത്, ഭർത്താവ് ഒന്ന് കെട്ടിത്തൂക്കിയത്. അത് കാരണം പറയുന്നത് എന്താ, കുട്ടി അത്ര ബോൾഡ് ആണ് എന്ന്. ഇവർ തങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ഇവർക്ക് അറിയുകയും ചെയ്യായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിന്റെ ധൈര്യം, പുള്ളിക്കാരിക്ക് ഇതെല്ലാം ഒന്ന് നേരെയാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ നേരെയാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഏതോ ഒരു പോയിന്റിൽ കൈവിട്ടു പോയി. ഒരുപക്ഷെ കടങ്കൈ ചെയ്തതാവാം. പിന്നെ ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ എന്തെങ്കിലും ആണെങ്കിൽ കാലക്രമേണ അത് തെളിഞ്ഞു വരണം. എന്തു തന്നെയായാലും ഈ കഴിഞ്ഞ ഒരു സീരീസ് ഓഫ് ഇത്തരത്തിലുള്ള സൂയിസൈഡുകൾ, പെൺകുട്ടികളുടെ കല്യാണത്തിന് ശേഷം, ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് മലപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് നമ്മൾ തന്നെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ സൗന്ദര്യമില്ല, നിറമില്ല, വെയില് കൊള്ളരുത്, ഒരു മുസ്ലിം അതെ. അതായത് ആ നാട്ടിലുള്ള ആളുകൾ തന്നെ ഈ വാർത്തയുടെ അടിയിൽ ഇടുന്ന കമന്റുകള്, അടുത്ത ഞങ്ങളുടെ നാടകം, 2ാമത്തെ നാടകം തുടങ്ങുകയായി എന്ന് പറഞ്ഞു തന്നെയാണ്. അവർക്ക് പോലും അപമാനമാണ്, ആ നാടിന് പോലും. ഇപ്പൊ ആ ഒരു മലപ്പുറത്തെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പൊ ഈ ഒരു സംഭവം തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഭർത്താവ് പറഞ്ഞു പോലും, എന്റെ ജോലി കണ്ടുകൊണ്ട് നീ ഇരിക്കണ്ട, നീ സ്വന്തമായിട്ട് ജോലി ചെയ്തോണം. ഈ കുട്ടി കഠിനമായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു. ഗവൺമെന്റ് ജോലി നേടാൻ വേണ്ടി 1-2 പരീക്ഷകൾ എഴുതി ഫെയിലായി. പക്ഷെ അതൊന്നും ഒരു കാരണമല്ല, വലിയ പ്രായമൊന്നും ഒരു പ്രായവും ഇല്ല. അതെ, 25 വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ. ഇനിയും ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് നടക്കും. എന്താ, ഈ കുട്ടീനെ ഉപദ്രവിക്കുന്നതൊക്കെ ഏതോ ഒരു സുഹൃത്ത് ഏതോ ഒരു സമയത്ത്, ഇത് ഈ കുട്ടിയുടെ ബർത്ത്ഡേയുടെ സമയത്താണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ കണ്ട് ഈ കുട്ടിക്ക് 2 ചേച്ചിമാരെ, ഈ വിഷ്ണുജയ്ക്ക് മുതിർന്ന 2 ചേച്ചിമാരാണ് ഉള്ളത്. ഇവരൊക്കെ ഏതെങ്കിലും രീതിയിൽ ഈ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുള്ളത് അറിയാൻ ഇടയായാൽ ഉടനെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ സഹോദരിയെ വിളിച്ച് ചോദിക്കും. അത്തരത്തിൽ ചോദിച്ചപ്പോൾ ഒന്നും ഈ കുട്ടി ഇടപെടാൻ സമ്മതിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു മാതൃകയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തിൽ അത് പറ്റില്ല പൗർണമി. കാരണം വെച്ചാൽ പണ്ട് നമ്മൾ ശരിയാണ്, നമ്മളൊരു കല്യാണം കഴിച്ചൊരു കുടുംബത്തേക്ക് കെട്ടിച്ചൊരു കുലീനിയായ യുവതിയായിട്ട് കെട്ടിച്ചിരുമ്പോൾ ഭർത്താവും ഭാര്യ തമ്മിലുള്ള പ്രശ്നം ഒരാൾ അറിയരുത്. അങ്ങനെ അറിയുമ്പോഴാണ് അത് വഷളാവുന്നത്. ഇവൻ അച്ഛനും അമ്മയും പോലും അറിയാൻ പാടില്ല എന്ന്. പക്ഷെ അത് അങ്ങനെ പരിഹരിക്കപ്പെടുമായിരുന്നു, അത് നമ്മുടെ മാന്യതയായിട്ട് കണക്കാക്കപ്പെടുമായിരുന്നു, നമുക്കതൊരു കിരീടമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. അത് പറയാതിരിക്കും തോറും അത് സപ്രസ്ഡ് ആയി, അത് അവളുടെ ബലഹീനതയാക്കി കണ്ടുകൊണ്ട് അവളെ മാക്സിമം മുതലെടുക്കുക, മാക്സിമം ഉപദ്രവിക്കുക എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറി വന്നിരിക്കുന്നു. ഈ പ്രഭിൻ എന്ന് പറഞ്ഞ വ്യക്തി, അവൻ ഒരു നേഴ്സാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇവനൊക്കെ എങ്ങനെ ഒരു രോഗികളെ ശുശ്രൂഷിക്കാൻ, അതായത് മാലാഖമാർ എന്നറിയപ്പെടുന്ന നഴ്സുമാരുടെ പേര് അത് പറയാനുണ്ടായ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം ഇവന്റെ മൊബൈൽ ഫോണിൽ നിന്നാവണം പലതരത്തിലുള്ള ചാറ്റുകൾ അല്ലെങ്കിൽ വോയിസ് നോട്ടുകൾ കേട്ടപ്പോൾ അറയ്ക്കുന്ന വാക്കുകളാണ്, അത്രയും വലിയ തെറികളാണ് അവന്റെ ആ ശബ്ദ സന്ദേശങ്ങളിലൂടെ ഇവർക്ക് മനസ്സിലായത്. അപ്പോഴാണ് അവർ പോലും ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. അതായത് അവരുടെ മകള് ജീവനോടിരുന്നപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരുത്തനാണ്, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായി ബന്ധമുള്ള ഒരാളായിരുന്നു എന്ന കാര്യം ഇവർക്ക് പോലും അറിയില്ല. പക്ഷെ ഇത്രയും കൂടുതലായി പ്രശ്നങ്ങൾ വന്നപ്പോൾ തീർച്ചയായും ആ കുട്ടി കുടുംബത്തെ ഇടപെടുത്തണമായിരുന്നു, അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ, അല്ലെങ്കിൽ സഹോദരങ്ങൾ 2 പേരുണ്ട്, അവർ 2 പേരും വില്ലിംഗ് ആണ് സഹായിക്കാനോ സംസാരിക്കാനോ. പക്ഷെ ആരെയെങ്കിലും ഒരാളെ, അതായത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ബന്ധുക്കളെയോ കുടുംബക്കാരെയോ അറിയിക്കുക തന്നെ വേണം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോ 2 വർഷം കഴിഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞു. അതെ, 2023 മെയ്യിലായിരുന്നു വിവാഹം. ആ വിവാഹ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സുന്ദരിയായിട്ടുള്ള, നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുച്ച്. ആ പെൺകുച്ചിന് വിവാഹം കഴിച്ചയക്കുമ്പോൾ, കാരണം അതിനു മുമ്പും അദ്ദേഹം 2 പെൺകുട്ടികളെ, ആ പെൺകുട്ടിയുടെ അച്ഛൻ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. അദ്ദേഹം പറയുന്ന മറ്റ് മൂത്ത 2 മരുമക്കളും നാട്ടുകാർക്കൊക്കെ അറിയാം, അവർ വീട്ടിൽ വരാറുണ്ട്, ഫംഗ്ഷൻ വരാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഈവൻ ഈ പറയപ്പെടുന്ന പ്രമിൻ എന്ന് പറഞ്ഞ സൈക്കോ വീട്ടിൽ വരാറില്ല. 2 വർഷമായ പെൺകൊച്ചിനെ വീട്ടിലേക്ക് വിട്ടിട്ടില്ല. അവളുടെ വാട്സപ്പ് ചാറ്റുകളെല്ലാം ഇവന്റെ ചാറ്റുമായിട്ട്, ഇവന്റെ വാട്സപ്പായിട്ട് ലിങ്ക്ഡ് ആണ്. അതായത് ഒരാളോടും മിണ്ടാൻ സമ്മതിക്കില്ല. എന്നിട്ട് ശരീരത്തിന്റെ അവിടെ എവിടെയും സ്പർശിച്ച് കഴിയുമ്പോൾ നിന്നെ മറ്റുള്ളവരും ഇങ്ങനെയൊക്കെ സ്പർശിക്കാറില്ല എന്ന രീതിയിൽ ആ പെൺകുട്ടിയെ മാക്സിമം മാനസികമായിട്ട് മുറിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇതൊന്നും ആ പെൺകുച്ചി ഇതൊക്കെ ഒരു അച്ഛനോടോ അമ്മയോടോ ഒന്നും അവൾക്ക് പറയാൻ ഒരു സാധിച്ചിട്ടുണ്ടാവില്ല. എങ്കിൽ അവൾക്ക് ചേച്ചിയോട് പറയാം. ഇപ്പൊ ചേച്ചി ഇടപെടട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ പൗർണമി പറഞ്ഞ പോലെ അവൾ പറയുന്നത് സോറി പറഞ്ഞു, അന്ന് ഉപദ്രവിച്ചതിന്
അവള് പറയുന്നത് അത്രേ ഉള്ളായിരുന്നു ആ പെൺകുട്ടി. ഒരു സോറി പറഞ്ഞാൽ അവള് ഉടനെ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. നല്ല മനസ്സിനുള്ളതായിരുന്നു അവൾ. അത്ര വിശാല നിഷ്കളങ്കയായിരുന്നു, നിഷ്കളങ്കയും വിശാല ഹൃദയമായിരുന്നു. അതുകൊണ്ടാണ് അവള് സാധാരണഗതിയിൽ ഒന്ന് നിസ്സാരമായിട്ടൊന്ന് തർക്കിച്ചാൽ പോലും വീട്ടിൽ വിളിച്ചിട്ട് അമ്മേ ദേ അയാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ വീട്ടിലോട്ട് പോരും എന്ന് പറയുന്ന പെൺകുട്ടികളുടെ കാലത്തിന് അതീതമായി അവൾ അത് മാതൃകയാക്കി കാണിച്ചു. പക്ഷെ അതൊരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാലത്തിലല്ല നമ്മളിന്ന് ജീവിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി അല്ലേ പൗർണമി. കാരണം അല്ലെങ്കിൽ ഒരു പക്ഷെ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ ചേച്ചിയോടോ ഈ പറയുന്ന ചേട്ടന്മാരോടോ പറഞ്ഞിരുന്നെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. കാരണം അവള് ഇന്നത്തെ കാലത്ത് അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട ഒരു കാര്യം അതും ഇത്രയും ക്രൂരമായിട്ട്, അതായത് അവളെ ഈ പറയുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിർബന്ധിച്ച് പലവട്ടം ശാരീരിക ബന്ധത്തിൽ, അതായത് വേണമെങ്കിൽ റേപ്പ്, ഈ മാരിറ്റൽ റേപ്പ് എന്ന് പറയാൻ ഇപ്പൊ പറ്റത്തില്ലെങ്കിൽ പോലും മാരേജ് കഴിഞ്ഞപ്പോൾ ആ ഒരു ലെവലിൽ അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കത്തില്ല. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇയാളുടെ പാട്ടിന് പോകും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവളുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞ് അവഹേളിക്കും അവളെ. എന്നുവെച്ചാൽ മറ്റുള്ളവർ ഉപയോഗിച്ചൊരു സാധനമാണെന്ന രീതിയിൽ അവളോട് സംസാരിക്കുമായിരുന്നതൊക്കെയാണ് പറയപ്പെടുന്നത്. അവൾ അടുത്തറിയാവുന്ന സുഹൃത്തുക്കളാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ അവൾ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും അവളുടെ ഒരു പറഞ്ഞൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം, അതായത് എനിക്ക് 3 പെൺപിള്ളേരുള്ള പെൺകുട്ടി എപ്പോഴും പറയും അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളൊരു അതാണ് തീർച്ചയായിട്ടും അതാണ് അവളുടെ ജീവൻ ഇപ്പോൾ എടുക്കാൻ കാര്യം. കാരണം അവൾ എല്ലാ വിഷമങ്ങളും സ്വയം ഏറ്റെടുത്ത് സ്വന്തം ജീവൻ മറ്റുള്ള ഒരുത്തൻ ചെയ്ത തെറ്റിന്റെ പേരിൽ ആ പെൺകുട്ടി സ്വയം ശിക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. അത് വളരെ അത്യന്തം ഹീനകരമായ ഒരു കുറ്റം തന്നെയാണ്. ഈ കുട്ടിയുടെ അച്ഛൻ ആരോപിക്കുന്നുണ്ടല്ലോ ഇവൻ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അഥവാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തെളിഞ്ഞു തന്നെ വരണം. അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകൾ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഈ ഒരു കുട്ടിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, ഹോസ്റ്റലിൽ എന്തോ നിൽക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഭക്ഷണം ശരിയല്ല, അതായത് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം വിവാഹത്തിന് ശേഷം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ശ്രീധരത്തിന്റെ പേരിലും മർദ്ദനങ്ങൾ ഒരുപാട് കൊടുത്ത സ്വർണം കുറഞ്ഞുപോയി, ഇത്രയും പോരെ, ഇതല്ലായിരുന്നു എനിക്ക് കിട്ടേണ്ടെന്ന രീതിയിൽ ആ പെൺകുട്ടി ഒരുപാട് അവൻ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിക്രൂരമായ ശാരീരിക പീഡനങ്ങൾ, മാനസിക പീഡനം ഓൾറെഡി ഉണ്ട്, അതുകൂടാതെ ശാരീരിക പീഡനങ്ങളായിരുന്നു. അതുകൂടാതെ ഇതെല്ലാം ഈ പെൺകുട്ടി വീട്ടിൽ വിളിക്കുമ്പോഴും സുഹൃത്തുക്കളോട് പറയുന്നതൊക്കെ നിങ്ങൾ ഇതിൽ ഇടപെടരുത്, ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം, ഞാൻ തന്നെ ഇത് റെഡിയാക്കി എടുത്തോളാം, എനിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നൊരു ഓവർ കോൺഫിഡൻസ്. ഇതിന് ഓവർ കോൺഫിഡൻസ് തന്നെ. കാരണം ഇവരൊരു സൈക്കോ എന്ന് തന്നെ നമുക്ക് എഴുതി തള്ളേണ്ടി വരും. കാരണം അവരെ കണ്ടാൽ എന്തൊരു മാന്യനല്ലേ പൗർണമി, എന്തൊരു ഡീസന്റ്. ഇവനെയൊക്കെ മാന്യതര മുഖംമൂടി അണിഞ്ഞ് ചെന്നായ്ക്കൾ എന്നൊക്കെ നമ്മൾ പണ്ട് സിനിമകളിലും കഥകളിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ആമ്പിള്ളേർ, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ ഇപ്പോഴത്തെ ഈ ഭർത്താക്കന്മാരുടെ വേഷം കിട്ടുന്നവന്മാർ, ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കേസസ് നമ്മൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ പറഞ്ഞ പോലെ ഉത്രജ, അങ്ങനെ അതുപോലെ നമ്മുടെ ഡോക്ടർ ഇന്ദുജ, ഉത്ര, വിസ്മയ, അവനെയൊക്കെ കാണാനൊക്കെ എന്ത് സ്മാർട്ടാ. കണ്ടാൽ ആണത്തം സ്ഫുരിക്കുന്ന നല്ല മീശയൊക്കെയുള്ള ഏത് പെണ്ണും ഇഷ്ടപ്പെടുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള പയ്യന്മാര്. എന്നാൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ജോലിയുണ്ട്, മറ്റവരും സർക്കാർ ജോലി ഉണ്ടായിരുന്നു, വിസ്മയുടെ കിരൺകുമാറിന് സർക്കാർ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് മൃഗങ്ങളുടെ സ്വഭാവം വന്നിരിക്കുന്നത്? ഈ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ ഇവനെന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇവനൊപ്പം ജീവിക്കാനുള്ള, ഇവന്റെ മക്കളെ പ്രസവിച്ച് വളർത്തി ഒരു ഫാമിലി ആക്കി കൊണ്ടുവരേണ്ട ഒരു രീതിയിലേക്ക് വാക്കുന്നതിന് വരെ അവിടെ എന്തുകൊണ്ടാണ് സ്നേഹമില്ലായ്മ വരുന്നത്? അവിടെ എന്തുകൊണ്ടാണ് പൈസ മാത്രം വരുന്നത്? ഞാനൊരു സിനിമ കണ്ടു പൗർണമി, അത് പേര് ഞാൻ പറയുന്നില്ല, പേര് വേണമെങ്കിൽ പറയാം, പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. അതിനകത്തൊരു മോറൽ പറയുന്നുണ്ട്. അതായത് കണ്ടവന്റെ ഇത് കണ്ടിട്ട്, ഞാൻ ഇതിനകത്ത് നമ്മുടെ ന്യൂസ് ചാനലോട് പറയാൻ പറ്റത്തില്ല, കണ്ടവന്റെ ഇത് കണ്ടിട്ട് വേണം നിന്റെ വീട്ടിലെ നായ്ക്കളെ വളർത്താൻ എന്ന് ചോദിക്കുന്നത് നായകനായ ബേസില് ചോദിക്കുന്നതാണ്. അതായത് അതൊരു ഈ പറയുന്ന പോലെ സ്വർണവും പണവും മാത്രം കണ്ടിട്ടാണോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ? അത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പഞ്ച് ഡയലോഗ്. കാരണം സ്വർണം ഇല്ലാത്തപ്പോഴാണ് പെണ്ണ് യഥാർത്ഥത്തിൽ സൗന്ദര്യമുള്ളവളായി മാറുന്നത്. അതെ, എനിക്കൊന്നും അത് സിനിമയിൽ മാത്രമേ പറയത്തുള്ളൂ. കാരണം നമ്മുടെ പെണ്ണുങ്ങൾ പോലും സ്വർണ്ണം അണിയാതെ പുറത്തോട്ട് ഇറങ്ങത്തില്ല. സ്വന്തമായിട്ട് സ്വർണ്ണം ഇല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് ആണെങ്കിലും മേടിച്ചിട്ട് അത് സ്വർണ്ണമാണെന്ന് കാണിച്ചു നടക്കാൻ വലിയൊരു സന്തോഷമാണ് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക്. ആ സ്വർണത്തിന് ഇപ്പൊ ചോരണ മണമാണല്ലേ പൗർണമി. അതായത് ഈ ശ്രീധരം, സത്യത്തിൽ ഈ സ്വർണ്ണ പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള മരണങ്ങൾ, ശ്രീധര പീഡന മരണങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഈ കല്യാണം നല്ലത് തന്നെയാണ്. ഒരു ചെറുക്കനും പെണ്ണും അടുത്ത ഒരു കുടുംബം സൃഷ്ടിക്കുന്നു, അവരൊരുമിച്ച് 2 സോളുകളായിട്ട് അവരുടെ സന്തോഷവും ദുഃഖവും സങ്കടവും എല്ലാം പറഞ്ഞ് പങ്കുവെച്ച് പിണക്കങ്ങളും പരിഭവങ്ങളും സ്നേഹവും ഒക്കെ നല്ല പാർട്ട്നേഴ്സായിട്ട് പോയാൽ ഏറ്റവും മനോഹരമായ അവിടെ സ്വർണ്ണം, പൈസ, സമ്മാനങ്ങള്, കാറ്, വീട്, ജോലി, ഇതെല്ലാം വരുമ്പോഴാണ്, ജോലി ആയിക്കോട്ടെ, 2 പേർക്കും എഡ്യൂക്കേഷനും ജോലിയും ആയിക്കോട്ടെ, പക്ഷെ സ്വർണവും പണവും വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി സ്ത്രീധനം എന്ന രീതിയിൽ വരുമ്പോൾ അത് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. അതായത് ചെറുക്കൻ ചോദിച്ചില്ലെങ്കിൽ മോനെ ഞങ്ങൾക്ക് എന്റെ മോൾക്കുള്ളത് എല്ലാം നിനക്കുള്ളതാ എന്ന് പറയുന്ന ടാഗ്ലൈൻ എന്തിനാണ്? എന്റെ മോളാണ് എന്റെ സ്ത്രീധനം, നിനക്ക് തരാൻ കിട്ടാൻ പോകുന്ന തിലകൻ എന്ന് പറഞ്ഞ പോലെ ഈ വീട്ടിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്, അല്ല ധനമല്ല.
അപ്പൊ അതും എന്ന് മലയാളികൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മലയാളി പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നു, അന്ന് മാത്രമേ ഇതിൽ നിന്ന് ഇവർക്കൊക്കെ നമ്മുടെ നാടിനൊരു മോചനം ഉണ്ടായി. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, ഇതിലും വേഴ്സ്റ്റ് ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഇനി നവവധുവിനെയൊക്കെ മുറിച്ച് ഒരുപക്ഷെ അമ്മായിയപ്പനും അമ്മായിയമ്മയും മരുമകനും കൂടെ കറിവെച്ച് കഴിക്കുന്ന ഒരു കാലത്തിലേക്കായിരിക്കും ഇനി നമ്മൾ അടുത്ത വാർത്ത കേട്ടുടരാൻ പോകുന്നത്.